സാറേ സൂക്ഷിച്ച്, ചെളിയുണ്ട്. സാറേ വറി ഡോണ്ട് അറ്റ് ഓൾ. മനു സാറ് നമുക്ക് തന്നെ കോൺട്രാക്ട് തരും. ദൈവം കണ്ടു ബിസിനസ് മോശ. ഓരോ പഴയ ക്ലയന്റും വിട്ടുപോയിക്കൊണ്ടിരിക്കുക. സാറിന് വിട്ട് അവരെവിടെ പോകാനാ? മഴ, ചെളിയും മണ്ണും. ഐ ആൾസോ നോട്ട് ലൈക്കിംഗ് റെയിൻ സാർ. എടോ, ചെളിയും മണ്ണും അവിടെ നിൽക്കട്ടെ. മഴക്കാലത്ത് കസ്റ്റമേഴ്സ് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ലീക്കേജ്. ഓ, അതൊന്നും ശ്രദ്ധിക്കേണ്ട സാറേ. കസ്റ്റമേഴ്സ് അങ്ങനെയൊക്കെ പറയും. എന്റെ സാറേ, ടെറസ് ആയാൽ അല്പമൊക്കെ ലീക്കേജ് പ്രോബ്ലം ഉണ്ടാവുന്നത് സ്വാഭാവികല്ലേ? അല്ലേ സാറേ? മണിയാ, അതുകൊണ്ടോ സുനിൽ ഇവിടെയും എത്തി. സാർ, ഇവൻ ശിശു. ഈ മോഡേൺ ഡ്രസ് ഇട്ടത് കൊണ്ടും കമ്പ്യൂട്ടർ കൊണ്ടൊന്നും കാര്യമില്ല. ഇവര് നമ്മുടെ ബിസിനസിനെ പറ്റി ഒരു പിടിയില്ല സാറേ. ഷട്ട് അപ്പ് മണിയാ. എന്റെ പഴയ 3 കസ്റ്റമേഴ്സും ഇപ്പൊ ഇവന്റെ കയ്യിലാ. ഇവന്റെ പണിയിൽ എന്തോ മാജിക് ഉണ്ട്. ഈ കോൺട്രാക്റ്റും കയ്യിന്ന് പോയി. വാ പോവാ. ഒരു മാജിക്കും ഇല്ല സാറേ. സാറിന്റെ 20 yearsന്റെ എക്സ്പീരിയൻസിന്റെ മുന്നിൽ ഇവൻ ശിശുവാ. ഒരിക്കലും പിടിച്ചു സാറേ, ഒന്ന് നിൽക്കണേ. അല്ല സുനിലോ, നല്ല സ്റ്റൈലും ജാക്കറ്റാണല്ലോ. നല്ല ബിസിനസ് ആണല്ലേ? ആ, നല്ല ബിസിനസ്സാ. അങ്ങനെയല്ലേ വരൂ. എന്നും ഞങ്ങളുടെ ക്ലയൻസിന് ജാക്കറ്റ് പിടിക്കില്ലേ? എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്ലയൻസ് നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങൾ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പോകേണ്ടി വരുന്നു. ഈ മനു സാറിന്റെ പഴയ വീട്ടിൽ ലീക്കേജിന്റെ വലിയ പ്രശ്ന. പുതിയ വീട് വെക്കാൻ പോവുക. എന്നെ വിളിച്ചിട്ടുണ്ട്. എന്തായി പറഞ്ഞു വരുന്നത്? മനു സാറിന്റെ പഴയ ക്ലയന്റാ. ആളുടെ വർക്ക് നല്ല രീതിയിലാണ് ഞങ്ങൾ തീർത്തത്. അതുകൊണ്ടാ മനു സാറ് വീടിനകത്തും കുട ചൂടുന്നത്, ലീക്കേജ് കാരണം. അപ്പൊ നീ എന്തിനാ മനു സാറിനെ കണ്ടത്? പുതിയ വീടിനുള്ള കുട വിൽക്കാനാണോ? ദേവി സാറേ, കൊടയുടെ കാലം കഴിഞ്ഞു. ആളുടെ പുതിയ വീട്ടിലെ ടെറസിന് ജാക്കറ്റാ വേണ്ടത്. ജാക്കറ്റ് എന്തൊക്കെയാ വിളിച്ചു കൂണേ? ടെറസിന് വേണ്ടി ജാക്കറ്റോ? മനു സാറിന് പുതിയ ടെറസിൽ വാട്ടർ പ്രൂഫിംഗ് നടത്തണത്രേ. അതിനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. എന്താ ഒരു വാചകടി? ബ്രിക്ക് പാഡ് കോബയും ടൈൽ ഫിനിഷും നമ്മൾ നടത്താറില്ലേ? എടാ, നീ എന്തെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലയന്റിനോട് പറയണേ. രവി സാറേ, ബ്രിക്ക് ബാറ്റ് കോബ, മഡ് ഫസ്ക, ടൈൽ ഫിനിഷ്, സ്ക്രീഡ് എന്നിവ നല്ല രീതിയൊക്കെ തന്നെ. പക്ഷെ കുറച്ച് വർഷം കഴിഞ്ഞാൽ ഇവയിൽ ക്രാക്ക് വീഴും, മഴവെള്ളം ഉള്ളിലേക്ക് കിടക്കും. അങ്ങനെ ലീക്കേജിന്റെ പാടും വീണു തുടങ്ങും. ഇതൊക്കെ എനിക്കും അറിയാം. ക്രാക്സ് വീഴുമെന്ന് ഉറപ്പാ. പക്ഷെ എന്ത് ചെയ്യാം, കുറച്ചു വർഷം കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടാകാതിരിക്കുമോ? പിന്നല്ലാതെ. നിന്റെ ജാക്കറ്റ് ഇട്ടിട്ട് എന്താ കാര്യം? കാര്യമുണ്ട് സാറേ. നിങ്ങൾ എന്റെ ജാക്കറ്റ്, അതായത് ഡോക്ടർ ഫിക്സിറ്റ് റൂഫ് സീൽ ഫ്ലെക്സ് ഉപയോഗിച്ചാൽ ലീക്കേജ് പ്രോബ്ലത്തിൽ നിന്ന് രക്ഷ നേടാം. ഡോക്ടർ ഫിക്സിറ്റ് റൂഫ് സീൽ ഫ്ലെക്സ്? ലീക്കേജിന്റെ ശത്രു കോൺട്രാക്ടറുടെ മിത്രം. പിഡിലൈറ്റ് കമ്പനിയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റാണിത്, പ്രത്യേകിച്ചും പുതിയ ടെറസുകൾക്കായി. ആണോ? ഇത് റൂഫ് സ്ലാബിന്റെയും ബ്രിക്ക് ബാറ്റ് കോബയ്ക്കും മധ്യ ഉപയോഗിക്കൂ. ഇത് കരുത്തിന്റെ ചുവര് പോലെ നിലകൊള്ളും, മഴവെള്ളം ഉള്ളിൽ കിടക്കാൻ സമ്മതിക്കില്ല. അത് ശരി. അതായത് റൂഫ് സ്ലാബിന്റെയും ബ്രിക്ക് ബാറ്റ് കോബയ്ക്കും ഇടയിൽ ഒരു ലെയർ പോലെ. ഇതിൽ ഫൈബറിന്റെ കരുത്തുമുണ്ട്. മാത്രമല്ല ഇതിനെ ചൂടും വെയിലും ഒരു തരത്തിലും ബാധിക്കില്ല. ശരി. അപ്പൊ നല്ല വിലയും കാണും. ഒരിക്കലും ഇല്ല സാറേ. കുറഞ്ഞ ചെലവ്, ഉപയോഗിക്കാനും എളുപ്പം. കസ്റ്റമേഴ്സിനെ ഇത് വർഷങ്ങളോളം ലീക്കേജിൽ നിന്നും സംരക്ഷിക്കും. സമ്മതിച്ചോടോ സുനിലേ, തന്റെ ജാക്കറ്റിന് നല്ല കരുത്താ. മണിയൻ ചേട്ടാ, എങ്ങോട്ടാ ഓടുന്നേ? രവി സാറിനും എനിക്കും ജാക്കറ്റ് വാങ്ങാൻ. ഒരു ചിപ്പിംഗ് ഹാമർ കൊണ്ട് പ്രതലത്തിന്റെ കയറ്റിറക്കങ്ങൾ പരിശോധിക്കൂ. ഒരു വയർ ബ്രഷ് കൊണ്ട് ഇളകിയ പാർട്ടിക്കിൾസ് എല്ലാം വൃത്തിയാക്കൂ. വാട്ടർ ജെറ്റ് കൊണ്ട് പ്രതലവും വൃത്തിയാക്കൂ. കെട്ടിനിൽക്കുന്ന വെള്ളം നീക്കം ചെയ്യൂ. പ്രതലത്തിലെ ക്രാക്കുകളെ വീനോച്ചിൽ തുറന്ന ശേഷം ബ്രഷ് കൊണ്ട് വൃത്തിയാക്കൂ. URP സിമന്റുമായി മിക്സ് ചെയ്ത് ക്രാക്കുകൾ അടയ്ക്കൂ. സിമന്റുമായുള്ള URPയുടെ അനുപാതം 10% ആയിരിക്കണം.
ലംബവും സമതലവുമായ ചുവരുകൾക്ക് മധ്യേ 75x75 mm ആംഗിൾ ഫില്ലറ്റ്സ് ഉണ്ടാക്കുക. ആംഗിൾ ഫില്ലറ്റ് ഉണ്ടാക്കുന്നതിന് URP മണലും സിമന്റുമായി മിക്സ് ചെയ്യൂ. വരൂ ഇനി ഡോക്ടർ ഫിക്സിറ്റ് റൂഫ് സീൽ ഫ്ലെക്സ് മിക്സ് ചെയ്യുന്ന രീതി കാണാം. ഒരു ബക്കറ്റിൽ ലിക്വിഡ് എടുത്ത് അതിൽ ഹാൻഡ് മിക്സർ കൊണ്ട് പതുക്കെ പൗഡർ മിക്സ് ചെയ്യൂ. അത് നല്ലതുപോലെ യോജിപ്പിക്കൂ. അഞ്ച് മിനിറ്റ് നേരം വെറുതെ വയ്ക്കൂ. ഡോക്ടർ ഫിക്സിറ്റ് റൂഫ് സീൽ ഫ്ലെക്സിന്റെ ഒരു എക്സ്ട്രാ കോട്ട് ആംഗിൾ ഫില്ലറ്റിൽ അടിക്കൂ. ഒരു ഗ്ലാസ് ഫൈബർ മെഷ് 2 കോട്ടുകൾക്കിടയിലായി ആംഗിൾ ഫില്ലറ്റിൽ വെച്ചിരിക്കണം. പിന്നെ മദർ സ്ലാബിൽ ഒരു ബ്രഷ് കൊണ്ട് റൂഫ് സീൽ ഫ്ലെക്സിന്റെ ആദ്യ കോട്ട് അടിക്കൂ. ആപ്ലിക്കേഷൻ ഒരേ ദിശയിലായിരിക്കണം. ആദ്യ കോട്ടടിച്ച് 5-6 മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ കോട്ട് എതിർ ദിശയിൽ അടിക്കുക. അത് 7 ദിവസത്തേക്ക് ഉണങ്ങാൻ വിടുക. ഇതുകൊണ്ട് 1 mm ഘനവും 100% ഇലോങ്ങേഷനുമുള്ള ഫ്ലെക്സിബിൾ കോട്ടിംഗ് ലഭ്യമാകും. ഡോക്ടർ ഫിക്സിറ്റ് റൂഫ് സീൽ ഫ്ലെക്സ് 7 ദിവസം വരെ ഉണങ്ങിയ ശേഷം പോണ്ടിംഗ് ടെസ്റ്റ് നടത്തുക. പോണ്ടിംഗ് ടെസ്റ്റ് നടത്താൻ എല്ലാ ഡ്രെയിൻസും അടച്ച ശേഷം ടെറസിൽ 5 സെന്റിമീറ്റർ ഉയരത്തിൽ കുറഞ്ഞത് 48 മണിക്കൂർ വരെ വെള്ളം കെട്ടിനിർത്തുക. ബാഹ്യപ്രതലത്തിൽ ലീക്കേജോ നനവോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി 7 ദിവസത്തിനുള്ളിൽ റൂഫ് സീൽ ഫ്ലെക്സ് മെംബ്രെയിനിനെ കോൺക്രീറ്റ് സ്ക്രീഡ് കൊണ്ട് കവർ ചെയ്യുക. കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇനി പറയുന്ന രീതി പിന്തുടരുക. റൂഫ് സീൽ ഫ്ലെക്സ് മെംബ്രെയിനിന്റെ മുകളിൽ കുറഞ്ഞത് 100 GSM ഉള്ള ജിയോ ടെക്സ്റ്റൈൽ ഫാബ്രിക് നനച്ചു വിരിക്കുക. 2 ഫാബ്രിക്കുകൾ തമ്മിലുള്ള ഓവർലാപ്പ് മിനിമം 30 സെന്റിമീറ്റർ ആയിരിക്കണം. ജിയോ ടെക്സ്റ്റൈൽ ഫാബ്രിക്കിന്റെ മുകളിൽ M20 ഗ്രേഡുള്ള കോൺക്രീറ്റ് സ്ക്രീഡ് വിരിക്കുക. സ്ക്രീഡ് ആവശ്യാനുസരണം 1:100 അല്ലെങ്കിൽ 1:80 എന്ന സ്ലോപ്പിൽ വിരിക്കുക. ഡ്രെയിൻ ഔട്ട്ലെറ്റ്സിനടുത്ത് സ്ക്രീഡിന്റെ തിക്നെസ് മിനിമം 40 mm ആയിരിക്കണം. മികച്ച റിസൾട്ടിനു വേണ്ടി കോൺക്രീറ്റ് മിക്സിൽ ഡോക്ടർ ഫിക്സിറ്റ് LW+ ഉപയോഗിക്കണം. പിന്നെ സ്ക്രീഡ് ഏരിയയിലെല്ലാം ഹാൻഡ് ഹെൽഡ് ഗ്രൈൻഡർ കൊണ്ട് നീളത്തിലും വീതിയിലുമായി കൺട്രോൾ ജോയിൻസ് ലഭ്യമാക്കൂ. ജോയിൻസിന് 12 mm വീതിയും 12 mm ആഴവും ഉണ്ടായിരിക്കണം. ജോയിൻസ് വൃത്തിയാക്കിയ ശേഷം അവയെ ശരിയായ ഇലാസ്റ്റോമെറിക് സീലൻ കൊണ്ട് അടയ്ക്കുക. ഇപ്പോൾ ടെറസ് പൂർണ്ണമായും വാട്ടർ പ്രൂഫായി കഴിഞ്ഞു. ഡോക്ടർ ഫിക്സിറ്റിനെ ബന്ധപ്പെടാൻ ഉടനെ സന്ദർശിക്കൂ www.drfixit.com അല്ലെങ്കിൽ വിളിക്കൂ 1800-209-5504. ഞങ്ങൾക്കായി ഇമെയിലും അയക്കാം info@drfixit.com.